ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നമുക്ക് ക്രിസ്മസിൻ്റെ ചിന്തകളിലേക്ക് കടക്കാം. വിശുദ്ധ ഗ്രന്ഥത്തില് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തില് 13 അധ്യായത്തിൽ 31 തിരുവചനം ഇങ്ങനെ പറയുന്നു: അവൻ പുറത്തു പോയി കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, അവനിൽ ദൈവവും മഹത്വപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം എന്ന് വിളംബരം ചെയ്തുകൊണ്ടാണ് മാലാഖമാർ ക്രിസ്തുമസ് രാത്രിയിൽ വിണ്ണിൽ നിന്നിറങ്ങി വരുന്നത്. ദൈവദൂതന്മാരുടെ ഈ ആശംസ പുൽക്കൂടുകളുടെ മുകളിൽ എഴുതി ചേർക്കാറുണ്ട് നമ്മളെല്ലാവരും. വിശുദ്ധ കുർബാനയുടെ പ്രാരംഭത്തിൽ തന്നെ ഈ കീർത്തനം പുരോഹിതനും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം എന്ന 2-ാം പാദം സമൂഹവും ആലപിക്കുന്നുണ്ട്. രക്ഷകന്റെ പിറവിയോട് ബന്ധപ്പെടുത്തി ഈ നാളുകളിൽ ലോകമെങ്ങും മുഴുകുന്ന ഗാനശീലുകളാണിവ. സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനോളം സൃഷ്ടാവിനെ മഹത്വപ്പെടുത്താനാവുന്ന മറ്റൊരു സൃഷ്ടിയുമില്ല തന്നെ. മറ്റു സൃഷ്ടികളെ അവയ്ക്ക് സഹജമായ രീതിയിൽ സൃഷ്ടാവിന് മഹത്വം നൽകുമ്പോൾ തനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആന്തരിക സ്വാതന്ത്ര്യം ഉപയോഗിച്ച് സൃഷ്ടാവിനെ പുകഴ്ത്താനോ ഇഴ്ത്താനോ മനുഷ്യന് സാധ്യത നൽകപ്പെട്ടിരിക്കുന്നു. തനിക്കും സഹജീവികൾക്കും പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് തന്നെയും വിനാശകരമായ രീതിയിൽ പ്രവർത്തിച്ച് അവന് വേണമെങ്കിൽ സൃഷ്ടാവിനെ വെല്ലുവിളിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഉടയവനെ തിരിച്ചറിഞ്ഞ് ബോധപൂർവം അവിടത്തേക്ക് മഹത്വം നൽകുകയാണ് യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിത ധർമ്മം. ദൈവത്തെ മനുഷ്യൻ മഹത്വപ്പെടുത്തേണ്ടത് അവിടത്തേക്ക് പ്രതീകമായി ജീവിക്കുന്നതിലൂടെയാണ്. ദൈവനാമം സ്വജീവിതത്തിലൂടെ മഹത്വപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ അതിന് ശ്രമിക്കുന്ന ഒരാൾക്ക് മാത്രമേ ദൈവികതം നിറവേറട്ടെ എന്ന് പറയാനും അതിനുവേണ്ടി ചെറുതാകാനും തോറ്റുകൊടുക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും നിരുപാധികം ക്ഷമിക്കാനുമൊക്കെ സാധിക്കുകയുള്ളൂ. ദൂതന് മുൻപിൽ മറിയത്തിന് മുമ്പിൽ യോസേപ്പും ദിവ്യശിശുവിന് മുമ്പിൽ പൂജാരാജാക്കന്മാരും ആട്ടിയടിമാരുമെല്ലാം തിരുഹിതത്തിന് വിധേയമാകുമ്പോഴും പരസ്പരം മഹത്വം നൽകുമ്പോഴാണല്ലോ ക്രിസ്തുമസ് ഉണ്ടാകുന്നത്. അങ്ങനെ ചെയ്യാൻ എവിടെയൊക്കെയോ ആരൊക്കെയോ തയ്യാറാകുന്നുവോ അവിടെയൊക്കെ അപ്പോഴൊക്കെ ദൈവത്തിന് മഹത്വം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നൽകിപ്പോകുന്നു. ദൈവപുത്രൻ കേവലം ഒരു മനുഷ്യന്റെ മുമ്പിൽ എന്നെ സ്നാനപ്പെടുത്തിയാലും എന്നപേക്ഷിച്ച് മുട്ടുകുത്തി നിൽക്കുന്ന വേളയിലാണല്ലോ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനിൽ ഞാൻ സംപ്രീതനാണ് എന്ന് സ്വർഗം സന്തോഷിക്കുന്നത്. താൻ ദൈവപൈതലാണെന്ന് തിരിച്ചറിഞ്ഞ അയാൾക്ക് മാത്രമേ ഇപ്രകാരം സ്വയം ശൂന്യനാക്കി ദൈവത്തിന് മഹത്വം നൽകാൻ സാധിക്കുകയുള്ളൂ. താൻ ഈ മണ്ണിൻ്റെ മാത്രമാണ് ധരിച്ചു വെച്ചിരിക്കുന്നവയാളാവട്ടെ മണ്ണിൽ നിന്ന് ഉള്ളവരിൽ നിന്നും ലഭിക്കുന്ന മഹത്വം മാത്രം നേടിയെടുക്കുവാൻ വെറുതെ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. മണ്ണിൻ്റെ മക്കളെല്ലാം ഞാൻ മണ്ണിൻ്റെതാണെന്ന് മനസ്സിലാക്കി മണ്ണിന് വേണ്ടി ജീവിതം എന്നും പരിശ്രമിച്ചു കൊണ്ടിരിക്കും. ഞാൻ പിതാവിൻ്റെ മഹത്വമാണ് അന്വേഷിക്കുന്നത് എന്ന് യേശു പലതവണ ആവർത്തിക്കുന്നുണ്ട്. ഒറ്റുകൊടുക്കാനിരിക്കുന്നവൻ്റെ തള്ളിപ്പറയുവാൻ പോകുന്നവൻ്റെയും പാദം കഴുകി തിരുഹിതത്തിന് വിധേയപ്പെട്ട് ഒരുങ്ങുമ്പോൾ അവൻ അഭിമാനപൂർവ്വം ആത്മഹത്യം ചെയ്യുന്നതാണല്ലോ ഇപ്പോൾ മനുഷ്യപുത്രൻ. ആ അവസ്ഥയിലാണ് ആ സെന്റൻസ് കടന്നു വരുന്നത്. അപ്പോഴാണ് പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം 13:34 പറയുന്നത് എന്ത് പറയുന്നു? ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, അവനിൽ ദൈവവും മഹത്വപ്പെട്ടിരിക്കുന്നു. ചിലരെ വെറുക്കാൻ കാരണങ്ങൾ പലതുണ്ടായിട്ടും നിരുപാധികം സ്നേഹിക്കുമ്പോഴാണ് ദൈവം നിന്നിലും നിന്റെ ജീവിതത്തിലും മഹത്വപ്പെടുന്നത് എന്ന സൂചനയാണ് ദൈവം ഇതിലൂടെ നമുക്ക് സുവിശേഷങ്ങളിലൂടെ നമുക്ക് നൽകുന്നത്. സന്മനസ്സുള്ളവർ ഭൂമിയിൽ പെരുകുമ്പോൾ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമേറും, ഭൂമിയിൽ സമാധാനവും നിറയും. പുൽക്കൂട്ടിലേക്ക് നടക്കുമ്പോൾ ആത്മശോധന ചെയ്യേണ്ടതാണ്. എൻ്റെ ജീവിതം ദൈവമഹത്വം വിളംബരം ചെയ്യുന്നതാണോ?
നിന്നിൽ ഞാൻ സംപ്രീതനാണെന്ന് സ്വർഗത്തിൽ എന്നെക്കുറിച്ച് പറയാനാവുമോ? ഇതൊക്കെയാണ് നമുക്ക് ഈ ക്രിസ്തുമസിൽ ചിന്തിക്കാനുള്ളത്. നല്ലവനായ യേശുവെ, പൂർണ്ണമായിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഈ ക്രിസ്തുമസിൽ ദൈവത്തിനോടൊപ്പം അല്ലെങ്കിൽ ദൈവത്തിനോട് ചേർന്നുകൊണ്ട് ഞങ്ങളെ കർത്താവെ, നിന്റെ മഹത്വം ഏറ്റു പറയാനായിട്ട് സാധ്യമാക്കിയ ഒരു ഭാഗമാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഈ ക്രിസ്മസ് ദിനങ്ങളിൽ അങ്ങയുടെ പിറവി ദിവസങ്ങൾ അടുത്ത് വരുമ്പോൾ, അത് ആഘോഷിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിനു വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവെ, നിന്റെ വലിയ കൃപ ഞങ്ങൾക്ക് നൽകിയാലും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.